Hello students, welcome back. So today we are going to start one of the important and interesting chapter. So we know that in animal diversity, we all used to have final and recognized life process, is it? So in that we have to come across with the process that is involved in our life, is it? For surviving, for those things we need an essential potential for us in the form of energy and all such sorts. Is it? So ഇനി നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആനിമൽസിൽ നിന്നാണ് കുറേ ഫങ്ഷൻസ് ആണ്. സോ ആസ് വി നോ പ്ലാന്റ്സിന് പോലെ തന്നെ എന്താണ് ആനിമൽസിനും പല പ്രോസസ്സും സിമിലാരിറ്റീസ് ഉണ്ട്. പക്ഷേ അതിൽ കുറച്ച് ആളുകൾ വ്യത്യാസം ഉണ്ടാവും അല്ലേ? സോ വാട്ട് യു മീൻ ബൈ ട്രാൻസ്പിരേഷൻ? നമ്മളത് പ്ലാന്റ്സിന്റെ കേസിൽ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. അവിടെ നമുക്ക് സൈലം വെസൽസ് ഉണ്ട്, ഫ്ലോയം വെസൽസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റുമല്ലോ. അപ്പോൾ എങ്ങനെയായിരിക്കും ഒരു ആനിമൽ ഈ പ്രോസസ്സ് സെയിമായിട്ട് നടക്കുക? എങ്ങനെയാണ് അവർക്ക് ബ്ലഡ് എന്ന് പറഞ്ഞൊരു കോമ്പണന്റ്, എൻ എസെൻഷ്യൽ കോമ്പണന്റ് ത്രൂ ഔട്ട് ദ ബോഡിയിൽ ബ്ലഡ് ഉണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് ഓരോരോ സ്ഥലത്ത് പ്രോപ്പറായിട്ട് എത്തുന്നത്? ആരാണ് എത്തിക്കുന്നത്? ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ലേ മക്കളെ? സോ മൈ ഡിയർ സ്റ്റുഡൻസ്, ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് transportation in animals. So transportation in animals, how transportation is taking place in animals. എന്താണ് മക്കളെ? നോക്ക്, it is transportation. Transportation in animals. ട്രാൻസ്പോർട്ടേഷൻ ആണ് കേട്ടോ. സോ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് പോയാലോ മക്കളെ? റെഡി അല്ലേ? യു റെഡി? സോ മൈ ഡിയർ സ്റ്റുഡൻസ്, പ്ലീസ് ടേക്ക് എ നോട്ട്ബുക്ക് ആൻഡ് റൈറ്റ് ഓൺ ദ ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. ഇസ് ഇറ്റ് ready? So first of all, we have to learn about an important concept, that is സർക്കുലേറ്ററി സിസ്റ്റം. മക്കളെ, നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റം എന്താണെന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് മക്കളെ സർക്കുലേറ്ററി സിസ്റ്റം? വാട്ട് യു മീൻ ബൈ ദ ടേം സർക്കുലേറ്ററി സിസ്റ്റം? എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളും പ്രൊസീജിയേഴ്സും ഒക്കെയാണ് ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ യു ആർ റെഡി? ഓക്കെ, സോ നമുക്ക് നോക്കാം സർക്കുലേറ്ററി സിസ്റ്റം എന്താണെന്ന്. സോ എന്താണ് മക്കളെ സർക്കുലേറ്ററി സിസ്റ്റം? സർക്കുലേറ്ററി സിസ്റ്റം. സോ നോക്കാം. റെഡി അല്ലേ? ഓക്കെ. സോ ദ ഓർഗൻ സിസ്റ്റം that transports various essential items like food, oxygen, carbon dioxide, etc. inside our body is called circulatory system. എന്താണ് മക്കളെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ? the organ system that transport various essential items like food, oxygen, carbon dioxide, etc. in our body is called എന്ത്? circulatory system. ക്ലിയർ അല്ലേ? എന്തൊക്കെയാണ്? ഇപ്പോൾ ഓർഗൻ സിസ്റ്റം സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ the organ system that എന്താ ചെയ്യുന്നത് മക്കളെ? ഓർഗൻ സിസ്റ്റം എന്താണ് ചെയ്തത്? ദാറ്റ് ഈസ് ട്രാൻസ്പോർട്ടിങ് അല്ലേ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ, ട്രാൻസ്പോർട്ടിങ്, ദാറ്റ് ട്രാൻസ്പോർട്ട്. എന്താ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് മക്കളെ? ട്രാൻസ്പോർട്ട് വാട്ട്? വാരിയസ് എസെൻഷ്യൽ ആയിട്ടുള്ള essential items like food, പിന്നെ oxygen, പിന്നെ carbon dioxide, പിന്നെയോ inside our body. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത് മക്കളെ? ഒരു സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന്? സർക്കുലേറ്ററി സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നു. ക്ലിയർ അല്ലേ മക്കളെ? സോ എന്താണ് ദ ഓർഗൻ സിസ്റ്റം ദാറ്റ് ട്രാൻസ്പോർട്ട്സ് എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസും അതുപോലെ തന്നെ ഫുഡ്, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനെയുള്ള കാര്യങ്ങളുടെ ബോഡിയിൽ പ്രോപ്പർ ആയിട്ടുള്ള ടൈമിൽ എത്തിക്കുന്നതും അത് എത്തിക്കാൻ കാരണമാകുന്ന ഒരു കോമ്പണൻസിനെ നമ്മൾ എന്ത് പറയാ? ആ സിസ്റ്റത്തിനാണ് നമ്മൾ പറയുക എന്ത്? സർക്കുലേറ്ററി സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? സോ വി കോൾ ദം ആസ് സർക്കുലേറ്ററി സിസ്റ്റം. എന്താ നമ്മൾ വിളിക്കുക മക്കളെ അവരെ? സർക്കുലേറ്ററി സിസ്റ്റം എന്നാണ് നമ്മൾ അവരെ വിളിക്കുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? നോക്കാം. കോമ്പണൻസ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം. മക്കളെ, എന്താണ് ഒരു സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ കോമ്പണൻസ്? എന്തൊക്കെയായിരിക്കും ഇവിടെ കോമ്പണൻസ് എന്ന് വെച്ചാൽ? എന്തൊക്കെയാണ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് നോടിച്ചു പോയാലോ? ഓക്കെ, എന്തൊക്കെയാന്ന് നോക്കാം. ദ കോമ്പണൻസ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം ഇൻവോൾവ്സ് ബ്ലഡ് വെസൽസ് ആൻഡ് ഹാർട്ട്. എന്തൊക്കെയാണ് മക്കളെ? ബ്ലഡ് ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്,
and heart. Blood vessels and heart are the major components of circulatory system. Components of circulatory system എന്ന് ചോദ്യം വന്നാൽ എന്ത് എഴുതും നിങ്ങളെ? blood vessels and heart. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് components of സർക്കുലേറ്ററി സിസ്റ്റത്തിൽ പഠിക്കാനുള്ളത്. സോ ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ കോമ്പണന്റിനെ കുറിച്ച് നമുക്ക് എടുത്ത് പഠിക്കാനുണ്ട്. റെഡി അല്ലേ മക്കളെ? സെറ്റ് അല്ലേ നിങ്ങൾ? യു റെഡി? ഓക്കെ. സോ ഷാൽ വി സ്റ്റാർട്ട്? സോ നോക്കാം. ഒരു ഹ്യൂമൻ ബോഡിന്റെ കേസിൽ ഇങ്ങനെയാണ് നമുക്ക് അതിന്റെ എന്താ പറയുക കറക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, ട്രാൻസ്പോർട്ട് കാണാൻ ഇങ്ങനെ പറ്റുക. കണ്ടോ, ഓരോരോ സൈഡിൽ ഓരോരോ പാത്വേസ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ. ത്രൂ ഔട്ട് നമ്മുടെ ബോഡിയിൽ നെർവ്സ് ആയിട്ടുണ്ട് അല്ലേ? അതേപോലെ തന്നെ എന്താണ്, കുറേ ബ്ലഡ് വെസൽസ് എന്ന രീതിയിലും നമുക്കുണ്ട്. സോ ഇതിലൊക്കെ ബ്ലഡ് ഉണ്ട്, അതേപോലെ വെസൽസ് ഉണ്ട്, ഹാർട്ടാണ് ഇതിൻ്റെ മേജർ ആയിട്ടുള്ള ഒരു പമ്പിങ് സിസ്റ്റം. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ, ഇതിൻ്റെ മെക്കാനിസം എങ്ങനെയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഇറ്റ്സ് ബിക്കോസ് വെൻ വി ആർ ഡൂയിങ് അവർ ഡെയിലി റൊട്ടീൻസ് നമ്മൾ ചെയ്യുമ്പോൾ, ഡെയിലി ലൈഫിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഈവൻ അറ്റ് ദ ടൈം വെൻ യു ആർ സ്ലീപ്പിംഗ് ഓൾസോ. അപ്പോൾ നിങ്ങൾ എപ്പോഴാണോ നിങ്ങളെ ഹാർട്ട് ബീറ്റ് സ്റ്റോപ്പ് ആവുന്നത്, അറ്റ് ദ ടൈം യു ആർ ഡെത്ത് അല്ലേ? നമ്മൾ അന്ന് അപ്പം മരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കണ്ടീഷനിലേക്ക് എത്തിക്കാൻ എന്തൊക്കെയാണ് സർക്കുലർ സിസ്റ്റം ഡെയിലി മൂവ്മെന്റ്സിന് എസെൻഷ്യൽ ആയിട്ടുള്ള കോമ്പണൻസും അതിൻ്റെ മെറ്റീരിയൽസും ഒക്കെ എന്താണ് നമുക്ക് നോക്കിയാലോ മക്കളെ? സോ യു ആർ റെഡി? സോ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ബ്ലഡിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് പഠിക്കാൻ പോവാണ്. സോ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ബ്ലഡ്. എന്താണ് മക്കളെ ബ്ലഡിന്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്? ശ്രദ്ധിച്ചോളെ. ബ്ലഡ് ഇസ് എ ഫ്ലൂയിഡ് വിച്ച് flows in blood vessels and transports substance such as digested food from the small intestine to other parts of the body. എന്താണ് മനസ്സിലായോ? പിടികിട്ടിയോ? ശ്രദ്ധിച്ചോ. ബ്ലഡ് ഈസ് എ ഫ്ലൂയിഡ്. എന്താണ് ബ്ലഡ്? ബ്ലഡ് ഈസ് എ ഫ്ലൂയിഡ് which flows in blood vessels and transports substance such as എന്തൊക്കെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് മക്കളെ? എന്തൊക്കെയാണ് ബ്ലഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ഡൈജസ്റ്റഡ് ഫുഡ് ഫ്രം സ്മോൾ ഇൻറ്റസ്റ്റൈൻ ടു അതർ പാർട്സ് ഓഫ് ദി ബോഡി. അതായത് ഡൈജസ്റ്റഡ് ഫുഡ് ഇൻ ദ ഫോം ഓഫ് എ ന്യൂട്രിയൻ എന്ന രീതിയിൽ, സച്ച് ആസ് എന്താണ് ഡൈജസ്റ്റഡ് ഫുഡ്, ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡിന്റെ എനർജി എന്ന രീതിയിൽ, ഫുഡ് ഫ്രം സ്മോൾ ഇൻറ്റസ്റ്റൈൻ നിന്നും ബോഡി പാർട്സിലേക്ക്, മറ്റുള്ള ബോഡി പാർട്സിലേക്ക് എത്തിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്ലിയർ അല്ലേ മക്കളെ കോൺസെപ്റ്റ്? ബ്ലഡ് ഈസ് എ ഫ്ലൂയിഡ് വിച്ച് flows in blood vessels and transport substances such as what? Digested food from the small intestine to other parts. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് അതർ പാർട്സിലേക്ക് എത്തിക്കുന്ന ഒരു ഫംഗ്ഷനും ആര് ചെയ്യുന്നുണ്ട് മക്കളെ? നമ്മുടെ ബ്ലഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ കോൺസെപ്റ്റ്? ഓക്കെ അല്ലേടാ? ബ്ലഡിന്റെ കോൺസെപ്റ്റ് സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബ്ലഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. റെഡി? ഓക്കെ. ഇറ്റ് ക്യാരീസ് ഓക്സിജൻ. ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ബ്ലഡ് ക്യാരീസ് ഓക്സിജൻ. ബ്ലഡ് ക്യാരീസ് എന്താണ് മക്കളെ? ഓക്സിജൻ ഫ്രം ദ ലങ്സ് ടു അതർ സെൽസ് ഓഫ് ദി ബോഡി. ഫ്രം ദ ലങ്സ്, ഫ്രം ലങ്സ് ടു അതർ സെൽസ് ഓഫ് ദി ബോഡി. അപ്പൊ എന്താണ്? ബ്ലഡ് ക്യാരീസ് ഓക്സിജൻ. ബ്ലഡ് ക്യാരീസ് എന്താണ് മക്കളെ? ഓക്സിജൻ ഫ്രം ലങ്സ് ടു ദ അതർ സെൽസ് ഓഫ് ദി ബോഡി. ബ്ലഡ് ക്യാരീസ് എന്താണ്? ഓക്സിജൻ ആണ്. ബ്ലഡ് എന്താ ക്യാരി ചെയ്യുന്നത് മക്കളെ? ഓക്സിജൻ ആണ് ബ്ലഡ് ക്യാരി ചെയ്യുന്നത്. ബ്ലഡ് ക്യാരി ഓക്സിജൻ ഫ്രം ദ ലങ്സ്, ലങ്സിൽ നിന്നും to other cells of the body, to other cells of the body. It carries oxygen from the lungs to other cells of the body. Clear ആണോ? അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, മറന്നു പോകരുത്. ക്ലിയർ? It transports waste for remove from the body. It transports waste. അതായത് വേസ്റ്റിന്റെ ട്രാൻസ്പോർട്ടേഷനും ആര് ചെയ്യുന്നുണ്ട് മക്കളെ? ബ്ലഡ്. It transports what? Waste for removal from
ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേസ്റ്റിൻ്റെ ട്രാൻസ്പോർട്ടും വേസ്റ്റ് കളയാനും വേണ്ടിയിട്ടുള്ള പ്രോസസ്സിനെ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബ്ലഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ മക്കളെ? Now, blood is a liquid containing many kinds of cells suspended in it. The fluid part of the blood is called plasma. എന്താണ്? Blood is a liquid containing many kinds of cells. Blood contains എന്താണ്? Many cells. കുറേ സെൽസ്, കുറേ എന്ന് പറയുമ്പോൾ മൂന്ന് ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്. 3 ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്. എന്തൊക്കെയാ നമുക്ക് നോക്കാം. ഓക്കെ, 2 ടൈപ്പ് ഓഫ് സെൽസ് ആണ്. ഒന്ന് അതിൻ്റെ വേറൊരു കോമ്പണൻ്റ് ആണ്. ഓക്കെ, സോ വി ക്യാൻ ടെൽ ദാറ്റ് ടു ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ട് അവിടെ. അതേപോലെ തന്നെ എന്താണ് നോക്ക്, ദ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദി ബ്ലഡ് ഈസ് കോൾഡ് ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് ഈസ് കോൾഡ് ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദി ബ്ലഡ് നമ്മൾ എന്താ വിളിക്കുക മക്കളെ? എന്താ വിളിക്കുക ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ബ്ലഡിന്? കോൾഡ് പ്ലാസ്മ എന്ന് നമ്മൾ വിളിക്കും. എന്താ വിളിക്കുക? പ്ലാസ്മ. അപ്പോൾ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദി ബ്ലഡ് നമ്മൾ എന്ത് വിളിക്കും മക്കളെ? പ്ലാസ്മ എന്നൊരു പേര് നമ്മൾ വിളിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? സോ ഇറ്റ് ട്രാൻസ്പോർട്ട്സ് വേസ്റ്റ് ഫോർ റിമൂവൽ ഫ്രം ദി ബോഡി. Blood is a liquid containing many kinds of cells suspended. എന്താണ് suspended? In a liquid containing many kinds of cells suspended in it. The fluid part of the blood is called what? Plasma. Fluid part of the blood നമ്മൾ എന്ത് വിളിക്കുന്നു മക്കളെ? പ്ലാസ്മ എന്ന് നമ്മൾ വിളിക്കുന്നു. കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? റെഡി അല്ലേ? നൗ ശ്രദ്ധിച്ചോ. Blood carrying oxygen is called oxygenated blood. അതെന്താണ്? ബ്ലഡ് ക്യാരി ചെയ്യുന്ന ഓക്സിജനെ blood carrying oxygen is called oxygenated blood. Oxygenated blood എന്നാണ് നമ്മൾ പറയാ. എന്താണ്? blood carrying oxygen is called എന്താണ്? oxygenated blood നമ്മൾ പറയുന്നു. ക്ലിയർ അല്ലേ? and the blood lacking oxygen is called deoxygenated blood. so blood that is lacking എന്താണ്? oxygen നമ്മൾ എന്ത് പറയും? അല്ലെങ്കിൽ which carries carbon dioxide, deoxygenated blood എന്ന് പറയും. deoxygenated blood എന്ന് നമ്മൾ പറയുന്നു. നമ്മൾ എന്ത് പറയുന്നു? deoxygenated blood എന്ന് നമ്മൾ പറയുന്നു. ക്ലിയർ അല്ലേ മക്കളെ? സോ ബ്ലഡ് ക്യാരിങ് ഓക്സിജൻ ഇസ് കോൾഡ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആൻഡ് ദ ബ്ലഡ് ലാക്കിംഗ് ഓക്സിജൻ ഇസ് കോൾഡ് deoxygenated blood. എന്താണ്? ബ്ലഡ് ലാക്കിംഗ് ഓക്സിജൻ ഇസ് കോൾഡ് എന്താണ് മക്കളെ? deoxygenated blood എന്ന് നമ്മൾ പറയുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ ബ്ലഡ് ഓക്സിജൻ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറയും. അത് കാർബൺ ഡൈ ഓക്സൈഡോ അല്ലെങ്കിൽ അവിടെ ഓക്സിജൻ ലാക്ക് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? deoxygenated blood എന്ന് നമ്മൾ പറയുന്നു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ മക്കളെ? കോൺസെപ്റ്റ് സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ? ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. റെഡി അല്ലേ? നമുക്ക് നോക്കാം. Animals such as hydra, sponge lack a circulatory system. അപ്പോൾ ഓർഗാനിസം സച്ച് ആസ് ആരൊക്കെയാണ്? ഹൈഡ്രയും അതേപോലെ തന്നെ സ്പോഞ്ചും. എന്താണ്? ഹൈഡ്ര ആൻഡ് സ്പോഞ്ച് അങ്ങനെയുള്ള ഓർഗാനിസം ലാക്സ് എന്താണ് മക്കളെ? എന്താ ലാക്ക് ചെയ്യുന്നത്? പറ. സർക്കുലേറ്ററി സിസ്റ്റം. They are lacking what? Circulatory system അവർ ലാക്ക് ചെയ്യാണ്. They are lacking circulatory system. Circulatory system obviously ആയിട്ട് അവർ ലാക്ക് ചെയ്യുന്നുണ്ട് മക്കളെ. ഇനി ശ്രദ്ധിച്ചോ. They are lacking circulatory system. ശ്രദ്ധിച്ചോ? ക്ലിയർ അല്ലേ? The water in which they live carries food and oxygen when it enters the body. So the water in which they live carries food and oxygen when it enters the body. The waste material and carbon dioxide are carried away with water when it moves out. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ കോമ്പൗണ്ട്, ഇവരുടെ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? വാട്ടർ ആണ് അവിടെ ആക്ട് ചെയ്യുന്നത്. വാട്ടർ എന്താ അവിടെ ചെയ്യുന്നത്? They live in water അല്ലേ? അവിടെ വെള്ളത്തിൽ ജീവിക്കുന്നതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുക? ക്യാരീസ് ഫുഡ് ആൻഡ് ഓക്സിജൻ. ഇറ്റ് ക്യാരീസ് എന്താണ് മക്കളെ കയറുന്നത്? ഫുഡ് ആൻഡ് ഓക്സിജൻ ആണ് അവർ ക്യാരി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ റിമൂവൽ ഓഫ് വേസ്റ്റ് ആസ് വെൽ ആസ്
കാർബൺ ഡൈ ഓക്സൈഡ് ബൈ ആരാണ്? വാട്ടർ വഴി തന്നെയാണ് അതും നടക്കുന്നത്. വാട്ടർ തന്നെയാണ് മക്കളെ അതും ചെയ്യുന്നത്. വാട്ടർ തന്നെയാണ് അതും ചെയ്യുന്നത്. കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? റെഡി അല്ലേ? അപ്പോൾ animals such as hydra and sponge lack a circulatory system. The water in which they live carries food and oxygen when it enters the body. ഇന്നൊക്കെ the waste materials and carbon dioxide are carried away with water when it moves out. The unicellular animals such as ആരൊക്കെയാണ്? അമീബ and paramecium living in water also have no blood in them. അവർക്കും ബ്ലഡ് ഇല്ല. ആരൊക്കെ മക്കളെ? അമീബ പറഞ്ഞിട്ട് കാര്യമില്ല. അമീബ ആൻഡ് പാരമീസിയത്തിനും എന്താണ്? നോ ബ്ലഡ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. അതെല്ലാം എന്തും കൂടിയാണ്? ഇവയൊക്കെ എന്താണ്? യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ മക്കളെ? കോൺസെപ്റ്റ് റെഡി അല്ലേ? സോ എന്തൊക്കെയാണ്? ബ്ലഡ് ക്യാരിങ് ഓക്സിജൻ ഇസ് കോൾഡ് ഓക്സിജനേറ്റഡ് ബ്ലഡ്. ബ്ലഡ് ക്യാരിങ് ഓക്സിജൻ ഇസ് കോൾഡ് എന്താണ് മക്കളെ? ഓക്സിജനേറ്റഡ് ബ്ലഡ്. ആൻഡ് ദ ബ്ലഡ് ലാക്കിംഗ് ഓക്സിജൻ നമ്മൾ എന്ത് പറയും മക്കളെ? ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് നമ്മൾ പറയുന്നു. ക്ലിയർ അല്ലേ? അത് കഴിഞ്ഞിട്ട് നോക്ക്, ആനിമൽസ് സച്ച് ആസ് ഹൈഡ്ര അല്ലെങ്കിൽ ഓർഗാനിസം സച്ച് ആസ് ഹൈഡ്ര, സ്പോഞ്ച് ലാക്ക് എ സർക്കുലേറ്ററി സിസ്റ്റം. സോ ദ വാട്ടർ ആണ് അവരുടെ ഹെൽപ്പ് ചെയ്യുന്നത്. എന്തിന്? ഫുഡിനും അതേപോലെ തന്നെ മറ്റുള്ള ഫോമിനെയും വാട്ടർ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ എന്താണ്? റിമൂവൽ ഓഫ് വേസ്റ്റ്, കാർബൺ ഡൈ ഓക്സൈഡിനൊക്കെ റിമൂവ് ചെയ്യാൻ ആരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? വാട്ടർ തന്നെയാണ്. കംസ് ഔട്ട് ത്രൂ വാട്ടർ. ഇനിയോ യൂണിസെല്ലുലാർ ആനിമൽസ് സച്ച് ആസ് അമീബ, പാരമീസിയം ലിവിംഗ് ഇൻ വാട്ടർ ഓൾസോ ഹാവ് നോ ബ്ലഡ് ഇൻ ദം. അവർക്കും ബ്ലഡ് ഇല്ല എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ മക്കളെ? കോൺസെപ്റ്റ് ഓക്കെ ആണോ? സെറ്റ് അല്ലേ? ഓക്കെ. ഇനി നോക്ക്, ഇനിയാണ് നമ്മൾ ബ്ലഡിന്റെ അകത്തേക്ക് കടക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചോ. ബ്ലഡ് കണ്ടെയ്ൻസ് 55% ഓഫ് പ്ലാസ്മ. അത് മാറും കേട്ടോ. പ്ലാസ്മ ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് 55% ഓഫ് പ്ലാസ്മ ബ്ലഡിലുണ്ട്. ക്ലിയർ അല്ലേ? ഇനിയോ പ്ലേറ്റ്ലെറ്റ്സ്. പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ ബ്ലഡിന്റെ കോമ്പണൻസ് ആണ്. പ്ലേറ്റ്ലെറ്റ്സ് ഏകദേശം 1% പ്ലേറ്റ്ലെറ്റ്സേ ഉള്ളൂ. അതേപോലെ വൈറ്റ് ബ്ലഡ് സെൽസ് ഏകദേശം 3% ആയിട്ടുണ്ടാവും. ആൻഡ് റെഡ് ബ്ലഡ് സെൽസ് ഏകദേശം എത്രയാണ്? 41% ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ മൈൻഡിൽ വെക്കേണ്ടത് മക്കളെ. കോൺസെപ്റ്റ് പറ്റി കിട്ടിയോ? ഇത് നമ്മുടെ പ്ലാസ്മ, ഇത് നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സ്, ഇത് നമ്മുടെ WBC, ഇത് നമ്മുടെ RBC. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കോൺസെപ്റ്റ് വൈസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ളത്. റെഡി? ഓക്കെ. സോ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് പ്ലാസ്മ. എന്താണ് മക്കളെ പ്ലാസ്മ എന്ന് പറയുമ്പോൾ? നമ്മൾ എന്തൊക്കെയാണ് പ്ലാസ്മയെ കുറിച്ച് പറയാനും എഴുതാനും വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള എലമെന്റ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. റെഡി അല്ലേ? ശ്രദ്ധിച്ചോ. ഇറ്റ് ഈസ് ദ ലിക്വിഡ് പാർട്ട് ഓഫ് ബ്ലഡ് ആൻഡ് ഇസ് എ പെയിൽ യെല്ലോ sticky liquid. It carries dissolved substance such as digested food and waste products from one part to another. എന്താണ്? It is a liquid part of the blood. Plasma എന്താണ് മക്കളെ? Plasma, it is the liquid part of the blood and is a pale yellow sticky liquid. റെഡി അല്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? ഇനി നോക്ക് മക്കളെ, ഇറ്റ് ക്യാരീസ് എന്താണ്? പെയിൽ യെല്ലോ ലിക്വിഡ് ആണ്, ലിക്വിഡ് പാർട്ടാണ്, സ്റ്റിക്കി ലിക്വിഡ്. ഓക്കെ. ഇറ്റ് ക്യാരീസ് ഡിസോൾവ്ഡ് സബ്സ്റ്റൻസസ് സച്ച് ആസ് എന്തൊക്കെയാണ്? ഡൈജസ്റ്റഡ് ഫുഡ്, വേസ്റ്റ് പ്രൊഡക്ട്സ് ഒക്കെ. ഇറ്റ് ക്യാരീസ് എന്താണ് മക്കളെ? ഇറ്റ് ക്യാരീസ് ഡിസോൾവ്ഡ് സബ്സ്റ്റൻസസ്. എന്തൊക്കെയാണ്? അതെ, ഡൈജസ്റ്റഡ് ഫുഡും ഉണ്ട്, അതേപോലെ തന്നെ വേസ്റ്റ് പ്രോഡക്ട്സും ഉണ്ട്. വേസ്റ്റ് പ്രോഡക്ട്സ് ഫ്രം വൺ പാർട്ട് ടു അനദർ. ഒരു പാർട്ടിൽ നിന്ന് വേറൊരു പാർട്ടിലേക്ക് എത്തിക്കാൻ ആര് സഹായിക്കുന്നുണ്ട്? നമ്മുടെ പ്ലാസ്മയാണ് അതിനെയൊക്കെ ചുക്കാൻ പിടിക്കുന്നത്, സഹായിക്കുന്നത്. ക്ലിയർ അല്ലേ?
സോ പ്ലാസ്മേന്റെ കേസ് ഓക്കെ അല്ലേ മക്കളെ? എന്താണ് പ്ലാസ്മ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ലിക്വിഡ് പാർട്ട് ഓഫ് ബ്ലഡ്. അത് എന്താണ് മക്കളെ? ഇറ്റ് ഈസ് എ ലിക്വിഡ് പാർട്ട് ഓഫ് ദി ബ്ലഡ് ആൻഡ് ഇസ് എ പെയിൽ യെല്ലോ സ്റ്റിക്കി ലിക്വിഡ്. ക്ലിയർ? It carries dissolved substance as digested food and also waste products and from one part of the other part. ഒരു പാർട്ടിൽ നിന്ന് മറ്റൊരു പാർട്ടിലേക്ക് അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യാൻ, ട്രാൻസ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്ലാസ്മേന്റെ കേസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? പ്ലാസ്മേന്റെ ഒരു ഐഡിയ കിട്ടിയല്ലോ പ്ലാസ്മേനെ കുറിച്ച്. സോ ഇറ്റ്സ് ക്ലിയർ? ഓക്കെ. നൗ സി, ശ്രദ്ധിച്ചോ, ഒരു പ്ലാസ്മേന്റെ അകത്ത് മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന എന്തൊക്കെയാണ്? ഒരു പ്ലാസ്മ എടുക്കുന്നു ഞാൻ. ഒരു പ്ലാസ്മേന്റെ ചുറ്റും എന്തുണ്ടാവും മക്കളെ? ഫസ്റ്റ് തന്നെ പ്രോട്ടീൻസ് ഉണ്ട്, അതേപോലെ തന്നെ എന്താണ്? അയോൺസ് ഉണ്ട്. ഇലക്ട്രോലൈറ്റ്സിന്റെ ഫോമിൽ അയോൺസ് ഉണ്ട്. അതേപോലെ വാട്ടർ ഉണ്ട്, എസെൻഷ്യൽ ആയിട്ടുള്ള വാട്ടർ കോമ്പണന്റ് ഉണ്ട്. അതേപോലെ എന്താണ് മക്കളെ? ന്യൂട്രിയൻസ് ഉണ്ട്. അതേപോലെ വേസ്റ്റ് പ്രൊഡക്ട്സ് ഉണ്ടാവുന്നുണ്ട്. അതേപോലെ ഗ്യാസസും ഉണ്ടാവുന്നുണ്ട്. ഒരു ബ്ലഡിന്റെ കേസിൽ പ്ലാസ്മ നമ്മൾ സൂക്ഷിച്ച് നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്ന ആളുകളാക്കി ആരൊക്കെയാണ് മക്കളെ? എന്താണ്? പ്ലാസ്മ കണ്ടെയ്ൻസ് വാട്ട് ആൻഡ് ഓൾ തിങ്സ്? ഇറ്റ് കണ്ടെയ്ൻസ് പ്രോട്ടീൻസ്, അയോൺസ്, വാട്ടർ, പിന്നെയോ ന്യൂട്രിയൻസ്, വേസ്റ്റ് ആൻഡ് ഗ്യാസസ്. ഇത്രയും കാര്യങ്ങളാണ് മക്കളെ ഒരു പ്ലാസ്മ കണ്ടെയ്ൻ ചെയ്യുന്നത്. ക്ലിയർ ആണോ? എന്തൊക്കെയാ നോക്ക്? പ്രോട്ടീൻസ്, അയോൺസ്, പിന്നെന്താണ്? വാട്ടർ, ന്യൂട്രിയൻസ്, വേസ്റ്റ് ആൻഡ് ഗ്യാസസ്. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് ആര് കണ്ടെയ്ൻ ചെയ്യുന്നത്? പ്ലാസ്മ കണ്ടെയ്ൻ ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ആരാ കണ്ടെയ്ൻ ചെയ്യുന്നത് മക്കളെ? പ്ലാസ്മ കണ്ടെയ്ൻ ചെയ്യുന്ന ആളുകൾ. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? സോ നോക്ക്, വൈറ്റ് ബ്ലഡ് സെൽസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് അതുണ്ട്, അത് അടുത്തതിലുണ്ട്. ഇനി അതേപോലെ തന്നെ റെഡ് ബ്ലഡ് സെൽസും ഉണ്ട് നമുക്ക്. ഇത്രയും കാര്യങ്ങളാണ് ബ്ലഡിലുള്ളത്. ഇത് നമ്മൾ പ്ലാസ്മേന്റെ കേസാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ക്ലിയർ അല്ലേ മക്കളെ കോൺസെപ്റ്റ്? റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. നൗ വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് എന്താണ് RBC നെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യണം മക്കളെ. എന്താണ് RBC? റെഡ് ബ്ലഡ് സെൽസ്. എന്താണ് RBC? റെഡ് ബ്ലഡ് സെൽസ് ആണ് എന്ത്? RBC. RBC എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മക്കളെ? റെഡ് ബ്ലഡ് സെൽസ് അല്ലേ? ശ്രദ്ധിച്ചോ. നോക്കാം. ദേ ആർ ഓൾസോ കോൾഡ് എരിത്രോസൈറ്റ്സ്. എന്താണ് അവരുടെ ഇരട്ട പേര്? അവരെന്താണ് ഒന്നും കൂടി വിളിക്കുക? എരിത്രോസൈറ്റ്സ്. ദേ ആർ ഓൾസോ നോൺ ആസ്, ദേ ആർ ഓൾസോ കോൾഡ് വാട്ട്? എരിത്രോസൈറ്റ്സ്. എന്താണ് അവരൊന്നും കൂടി വിളിക്കുന്നത്? നമ്മളെ എരിത്രോസൈറ്റ്സ് എന്ന പേരിലാണ് അവരെ അറിയപ്പെടുന്നത്. എന്താണ് മക്കളെ? എരിത്രോസൈറ്റ്സ് എന്ന പേരിലാണ് അവരെ അറിയപ്പെടുന്നത്. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? സെറ്റ് അല്ലേ? എന്ന് ശ്രദ്ധിക്കുക. They are red colored spherical and biconcave cells. They are red colored spherical. They are red colored spherical and biconcave cells. എന്താണ് മക്കളെ? അവര് റെഡ് കളേർഡ് ആയിട്ടുള്ളത്, സ്ഫെറിക്കൽ ആയിട്ടുള്ള ബൈകോൺകേവ് സെൽസ് ആണ്. എന്തൊക്കെയാണ്? റെഡ് കളേർഡ് സ്ഫെറിക്കൽ ബൈകോൺകേവ് ലെൻസ് ആണ് അവ. എന്തൊക്കെയാണ് നോക്കാം. റെഡ് കളർ ഉണ്ടാവും, സ്ഫെറിക്കൽ ഷേപ്പ് ആയിരിക്കും, ബൈകോൺകേവ് സെൽസ് ആണ്. കാര്യങ്ങളൊക്കെയാണ് മക്കളെ. സോ ദേ ആർ റെഡ് കളേർഡ് സ്ഫെറിക്കൽ ആൻഡ് ബൈകോൺകേവ് സെൽസ്. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. ഇനി നോക്ക്, ദേ കണ്ടെയ്ൻ എ പ്രോട്ടീൻ കോൾഡ് ഹീമോഗ്ലോബിൻ വിച്ച് ഗീവ്സ് ദ റെഡ് കളർ ടു ദ ബ്ലഡ്. അവരെന്താ കണ്ടെയ്ൻ ചെയ്യുന്നത് മക്കളെ? ഹീമോഗ്ലോബിൻ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. വിച്ച് ഈസ് പ്രൊവൈഡിങ് വാട്ട്? റെഡ് കളർ ടു ദ ബ്ലഡ്. റെഡ് കളർ ടു ദ ബ്ലഡ്. ബ്ലഡിന് റെഡ് കളർ കൊടുക്കാനുള്ള ഏറ്റവും വലിയ കാരണക്കാരൻ ആരാണ് മക്കളെ? ഹീമോഗ്ലോബിൻ ആണ്. ആര് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്? നമ്മുടെ RBC. ഇറ്റ് കണ്ടെയ്ൻസ് വാട്ട്? ഹീമോഗ്ലോബിൻ പിഗ്മെന്റ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബ്ലഡിന് എന്ത് കളർ വരുന്നത്? റെഡ് കളർ കിട്ടുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? റെഡി? സോ ദേ കണ്ടെയ്ൻ എ പ്രോട്ടീൻ കോൾഡ് ഹീമോഗ്ലോബിൻ. ഇറ്റ് കണ്ടെയ്ൻ എ പ്രോട്ടീൻ കോൾഡ് ഹീമോഗ്ലോബിൻ അഥവാ പിഗ്മെന്റ് എന്നും പറയാം. റെഡി അല്ലേ? നോക്ക്, ഹീമോഗ്ലോബിൻ ഇസ് ദ കാരിയർ ഓഫ് ഓക്സിജൻ. ഇസ് ദ കാരിയർ ഓഫ് hemoglobin is the carrier of oxygen. Ready? It combines with oxygen and carries to all cell of the body.
അത് ഓക്സിജന്റെ കെയറാണ്. അത് മറ്റുള്ള ഓക്സിജൻ എലിമെന്റ്സുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അത് വേണ്ട ബോഡി പാർട്സിന് എസെൻഷ്യൽ ആയിട്ടുള്ള ഏരിയാസിലൊക്കെ ആരെത്തിക്കും? നമ്മുടെ ഹിമോഗ്ലോബിൻ വഴിയാണ് അത് എത്തുന്നത്. ഹിമോഗ്ലോബിൻ ആണ് പ്രോട്ടീൻ അല്ലേ നമ്മുടെ RBCയിലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അങ്ങനെയുള്ള കുറേ ഫംഗ്ഷൻസും കാര്യങ്ങളും അത് ചെയ്യുന്നുണ്ട്. ക്ലിയർല്ലേ കോൺസെപ്റ്റ്? RBC ക്ലിയർല്ലേ? റെഡ് ബ്ലഡ് സെൽസ് ക്ലിയർല്ലേ മക്കളെ? ഒന്നും കൂടി നോക്കാം നമുക്ക്. ദേ ആർ ഓൾസോ കോൾഡ് എന്താണ്? എരിത്രോസൈറ്റ്സ് എന്നാണ് അവരെ ഒന്നും കൂടി വിളിക്കുന്നത്. അതേപോലെ ദേ ആർ റെഡ് കളേർഡ് spherical biconcave cells ആണ്. They contain a protein called hemoglobin which gives red color to them. എന്ത് കളറാണ് കൊടുക്കുന്നത്? റെഡ് കളറാണ് കൊടുക്കുന്നത്. Hemoglobin is the carrier of oxygen as it combines with oxygen and carries in all part of the cells. എല്ലാ സെല്ലിലേക്കും വേണ്ട രീതിയിൽ ഓക്സിജൻ എത്തിക്കുന്ന ആള് കൂടിയാണ് ആര് മക്കളെ? റെഡ് ബ്ലഡ് സെൽസ്. ഇത്രയും കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? റെഡി അല്ലേ? ഓക്കെ. നൗ ഇതാണ് ഒരു റെഡ് ബ്ലഡ് സെൽസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് സ്ട്രക്ചർ ഉണ്ടോ? ഇങ്ങനെ സ്പെറിക്കൽ ആയിട്ടുള്ള ഒരു ബൈക്കോൺകേവ് ആയിട്ടുള്ള നടുക്ക് ഒരു സ്പെറിക്കൽ ആയിട്ടുള്ള ഇങ്ങനെ ഒരു കുഴി പോലെ ഉണ്ടോ? ചെറിയതായിട്ടുള്ള ഇങ്ങനെ കുഴി ഇങ്ങനെ വരക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടോ? ഇവിടെ ഇങ്ങനെ ഒരു കുഴിയായിട്ട് ഓക്കെ, ഇങ്ങനെ ഉള്ളോട്ട് ഇങ്ങനെ ഒരു ഫോമില് രീതിയിലുണ്ടോ കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ പഠിക്കുന്നത്? റെഡ് ബ്ലഡ് സെൽസിലെ കേസിൽ പഠിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ മക്കളെ? റെഡി അല്ലേ? ഇനി നമുക്ക് നോക്കേണ്ടത് വൈറ്റ് ബ്ലഡ് സെൽസ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? WBC. എന്താണ്? വൈറ്റ് ബ്ലഡ് സെൽസ്. എന്താണ് മക്കളെ? വൈറ്റ് ബ്ലഡ് സെൽസ്. എന്തൊക്കെയാണ് വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന കാര്യം നമുക്ക് നോക്കിയാലോ എന്നവ. They are also called as leukocytes. അവരെന്താ വിളിക്കുക മക്കളെ? They are also known as what? Leukocytes. എന്തൊക്കെയാണ്? Leukocytes. അവരെന്താണ് അറിയപ്പെടുന്നത്? They are also known as what? Leukocytes. Leukocytes എന്നൊരു പേരിലാണ് അവരും അറിയപ്പെടുന്നത്. They are also known as what? Leukocytes. Clear അല്ലേ? They are also known as what? Leukocytes. They are the cells of immune system. They are the cells of what? Immune system. Immune systemത്തിലെ ഒരു cells ആണ് ആര് മക്കളെ? നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ സെൽസ് ആണ് ആര്? WBC. WBCന്റെ മെയിൻ റോൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഇമ്മ്യൂൺ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുക. ഇമ്മ്യൂൺ സിസ്റ്റം എങ്ങനെയാണ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക, ആ കാര്യങ്ങളെയൊക്കെ ഇമ്മ്യൂൺ റെസിസ്റ്റൻസിനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ആര്? ഒരു ബ്ലഡ് സെല്ലാണ് ആര്? WBC. വൈറ്റ് ബ്ലഡ് സെൽസ്. ക്ലിയർ ആണ്? They are cells of the immune system. Cells of the immune system. Clear അല്ലേ? Okay. They are also called as bodyguards. They are also known as what? Bodyguards. അത് leukocytes എന്ന് പറയുന്നു. അതേപോലെ എന്താണ്? They are the cells of immune system. And പിന്നെന്താണ്? നമുക്ക് they are also known as what? Also known as എന്താണ് മക്കളെ? known as എന്താണ്? bodyguards. 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 And they fight with disease causing germs, foreign invaders and kills them. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം സാറ് പറഞ്ഞല്ലോ. അപ്പൊ എന്താണ് അവർ ചെയ്യുന്നത്? they fight. ആരാ ഇതേ? WBC. they fight with the disease causing agents, germs and foreign invaders and kills them. ഇവരൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ WBC അങ്ങ് കൊന്നു കളയും. WBC എന്ത് ചെയ്യും? അങ്ങ് കൊന്നു കളയും. ഈ ഒരു അവസ്ഥയാണ് WBC കാണിക്കുന്നത്. സോ വൈറ്റ് ബ്ലഡ് സെൽസ് ഫൈറ്റിംഗ് വിത്ത് ജേംസ്. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് പിടികിട്ടിയ മക്കളെ? ഇത്രയും സിമ്പിൾ ആണ് നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസ്. WBCന്റെ കോൺസെപ്റ്റ് റെഡി അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? നോക്കാം വൈറ്റ് ബ്ലഡ് സെൽസ് നോക്കാം. ദേ ആർ ഓൾസോ കോൾഡ് എന്താണ്? ല്യൂക്കോസൈറ്റ്സ്. അവരെന്താണ് അറിയപ്പെടുന്നത്? ദേ ആർ ഓൾസോ നോൺ ആസ് വാട്ട്? ല്യൂക്കോസൈറ്റ്സ്. ല്യൂക്കോസൈറ്റ്സ് എന്നൊരു പേരിലും അവർ അറിയപ്പെടുന്നുണ്ട് മക്കളെ. They are the cells of immune system. They are the cells of what? Immune system. They are also called as bodyguards and they fight with the disease causing germs and foreign invaders and kills them. Foreign invaders and also kills them. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് WBCന്റെ കേസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് WBC is clear for you. WBCയും ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ?
ഇനി നോക്കാം പ്ലേറ്റ്ലെറ്റ്സ്. എന്താണ് മക്കളെ നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ളത്? പ്ലേറ്റ്ലെറ്റ്സിനെ കുറിച്ചാണ്. മക്കളെ എന്തായിരിക്കും നമുക്ക് പ്ലേറ്റ്ലെറ്റ്സിനെ കുറിച്ച് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ ഒന്ന് നോക്കിയാലോ? എന്നാവാ going to learn about platelets. ഓക്കെ അല്ലേ? റെഡി അല്ലേ? They are also called as thrombocytes. എന്താണ് അവരെ വിളിക്കുക? They are also known as എന്താണ് വിളിക്കുന്നത്? Thrombocytes. എന്താണ്? Thrombocytes. They are also known as thrombocytes. ഓക്കെ അല്ലേ? അവരെന്താ കൂടെ ആയിട്ട് വിളിക്കുന്നത്? RBCനെ എറിത്രോസൈറ്റ്സ് എന്ന് വിളിച്ചു. ഇവിടെ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് നമ്മൾ എന്ത് വിളിച്ചു മക്കളെ? ത്രോംബോസൈറ്റ്സ്. ത്രോംബോസൈറ്റ്സ് എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? They are small colorless cell fragments in our blood. They are small colorless cell fragments in our cell. അവരെന്താണ്? They are small colorless fragments in our body. Clear ആണോ മക്കളെ? Clear ആണോ മക്കളെ? So they are small colorless fragments in our body. They are small colorless fragments in our body. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ. Now, in such a they form clots and stop or prevents the bleeding from cut or wound. അതായത് നമ്മുടെ കൈയൊക്കെ പെട്ടെന്ന് മുറിഞ്ഞു, അപ്പോൾ പെട്ടെന്ന് ബ്ലഡ് ഇങ്ങനെ പുറത്തേക്ക് വരും. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അതിങ്ങനെ മെല്ലെ ഒന്ന് ഹീൽ ചെയ്യും. അവിടെ പെട്ടെന്നൊരു പാട വന്നിങ്ങനെ ഹെൽപ്പ് ചെയ്യും. ബ്ലഡിന് എന്താ പറയുക, ക്ലോട്ടിങ്ങിന് സഹായിക്കും. ക്ലോട്ടിങ്ങിന് എന്ത് ചെയ്യും? ദേ ഫോം ക്ലോട്ട്സ് ആൻഡ് സ്റ്റോപ്പ് ദ പ്രിവെന്റിങ് ബ്ലീഡിങ്. ബ്ലീഡിങ് വരുന്നെടുക്കുക ഒരു ക്ലോട്ട് എന്ന രീതിയിൽ അവർ ഫോം ചെയ്തിട്ട് ബ്ലഡിന്റെ പോക്ക് അവർ കുറയ്ക്കും. അവർ ബ്ലഡ് ഫ്ലോ, ബ്ലഡിനെ ബ്ലീഡിങ് ആയിട്ടുള്ള ബ്ലഡ്, വേസ്റ്റ് ആവുന്ന ബ്ലഡ് അവർ തടഞ്ഞു വെക്കുന്ന ഒരു പ്രോസസ്സാണ് ആര് ചെയ്യുന്നത് മക്കളെ? നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സ്. അത് ബ്ലഡ് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ അവർ അത് പറഞ്ഞല്ലോ സ്മോൾ ഫ്രാഗ്മെന്റ്സ് ഉണ്ടെന്ന്. ആ ഫ്രാഗ്മെന്റ്സ് ഇങ്ങനെ ഒരു പാട പോലെ ആയിട്ട് പുറത്തിങ്ങനെ വൂണിന്റെ പുറത്തിങ്ങനെ നിൽക്കും. ക്ലിയർ അല്ലേ? കോൺസെപ്റ്റ് സിമ്പിൾ ആണ്. സോ എന്താണ്? ദേ ആർ ഓൾസോ നോൺ ആസ് ത്രോംബോസൈറ്റ്സ്. ദേ ആർ സ്മോൾ കളർലെസ് ഫ്രാഗ്മെന്റ്സ് ഓഫ് സെൽ ഇൻ അവർ ബ്ലഡ്. ദേ ഫോം ക്ലോട്ട്സ് ആൻഡ് സ്റ്റോപ്പ് ഓർ പ്രിവെന്റ്സ് ബ്ലീഡിംഗ് ഫ്രം കട്ട് ഓർ വൂൺസ്. കട്ട് ഓർ വൂൺസ് ബ്ലീഡിംഗ് പ്രിവെന്റ് ചെയ്യുന്ന ആളുകളാണ് ഇവ. ആര്? പ്ലേറ്റ്ലെറ്റ്സ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ മക്കളെ? പ്ലേറ്റ്ലെറ്റ്സിന്റെ സെറ്റ് അല്ലേ? റെഡി അല്ലേ? പ്ലേറ്റ്ലെറ്റ്സും ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? റെഡി. Now we have to deal with what? Blood vessels. നമുക്ക് ആരെ കുറിച്ചാണ് മക്കളെ ഇനി അടുത്തതായിട്ട് പഠിക്കാനുള്ളത്? ബ്ലഡ് വെസൽസിനെ കുറിച്ചാണ്. എന്താണ് നമ്മൾ ബ്ലഡ് വെസൽസിനെ കുറിച്ച് പഠിക്കുക? എന്തൊക്കെയാണ് നമ്മൾ അതിൻ്റെ മെയിൻ അറിയേണ്ട കോൺസെപ്റ്റ്സ്, കാര്യങ്ങൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ? റെഡി അല്ലേ? സോ യു ആർ റെഡി ഫോർ ബ്ലഡ് വെസൽസ്? റെഡി. സോ there are three main types of blood vessels: arteries, veins and capillaries. അപ്പോൾ 3 types of blood vessels ഉണ്ട് നമുക്ക്. എന്തൊക്കെയാണ്? Number 1 we have arteries, number 2 we have veins, and number 3 we have capillaries. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ റെഡി അല്ലേ? വി ഹാവ് ആർട്ടറീസ്. നമുക്ക് എന്തൊക്കെയുണ്ട്? ആർട്ടറീസ് ഉണ്ട്, വെയിൻസ് ഉണ്ട്, കാപ്പിലറീസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ലേൺ അബൌട്ട് ആരെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്? ആർട്ടറീസ്. മക്കളെ എന്താണ് നമ്മൾ ആർട്ടറീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും ആർട്ടറീസ്? ആ കാര്യങ്ങളിലേക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പോയാലോ? ഐ ഹോപ്പ് യു ആർ റൈറ്റിംഗ് ഡൗൺ ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഇസ് ഇറ്റ് സ്റ്റുഡൻസ്? ഓക്കെ. സോ ശ്രദ്ധിച്ചോ, നോക്ക്. ആർട്ടറീസ് ദേ ആർ ഓൾവേസ് എന്താണ്? ക്യാരി ഓക്സിജൻ. ദേ ഓൾവേസ് ക്യാരി ഓക്സിജൻ റിച്ച് ബ്ലഡ്. എന്താണ്? ദേ ഓൾവേസ് ക്യാരി O2 റിച്ച് ബ്ലഡ്. അതായത് നമ്മുടെ എന്ത് ബ്ലഡ് ആണ്? ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് അവ ക്യാരി ചെയ്യുന്നത്. എന്ത് ബ്ലഡ് ആണ്? ഓക്സിജനേറ്റഡ് ബ്ലഡ്. ക്ലിയർ അല്ലേ മക്കളെ? എക്സ്പെക്ട് പൾമണറി ആർട്ടറി. എക്സ്പെക്ട് ആയിട്ട് ആര്? പൾമണറി ആർട്ടറീസ് ഒഴികെ. ആർട്ടറീസിലെ പൾമണറി ആർട്ടറീസ് ഒഴികെ ബാക്കി എല്ലാവരും എന്താണ്? ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് ക്യാരി ചെയ്യുന്നത്. Away from the heart to all the body parts they have a thick walls. ഒന്നുമില്ല. blood expect pulmonary artery away from the heart to all parts of the
all parts and they have a thick walls. അതായത് ഒന്നുമില്ല, ഹാർട്ടിൽ നിന്നുള്ള നല്ല ഓക്സിജനേറ്റഡ് ബ്ലഡ് അത് എല്ലാ പാർട്ടിലേക്കും എത്തിക്കുന്നു. ആൻഡ് ഓൾസോ പൾമണറി ആർട്ടറി അത് ചെയ്യുന്നുമില്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആർട്ടറീസിന്റെ കേസിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത്. അപ്പൊ ഇത്രയും കോൺസെപ്റ്റ്സ് ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പൊ എന്താണ്? റിച്ച് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് ആൻഡ് ദേ ഹാവ് എ തിക്ക് വാൾസ്. they have a thick walls. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഡൗട്ട് ഒന്നും ഉണ്ടാവില്ലല്ലോ? സെറ്റ് അല്ലേ? ഓക്കെ. ഇനി ശ്രദ്ധിച്ചോ, എന്തായിരിക്കും വെയിൻസിന്റെ കേസിൽ? ഇത് ശ്രദ്ധിച്ചോ, വെയിൻസ് ശ്രദ്ധിക്കുക. ദീസ് ആർ ബ്ലഡ് വെസൽസ് ദാറ്റ് ടേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ് എക്സ്പെക്ട് പൾമണറി വെയിൻ. എന്താണ്? ദേ ക്യാരീസ്, ഇവരെന്താ ക്യാരി ചെയ്യുന്നത് മക്കളെ? കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ്, അഥവാ നമ്മൾ അതിന് എന്താ വിളിക്കുക? എന്താ നമ്മൾ വിളിക്കുക മക്കളെ? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എന്നല്ലേ വിളിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറയാ? ഡീഓക്സിജനേറ്റഡ് ബ്ലഡും അവർ ക്യാരി ചെയ്യുന്നുണ്ട്. എക്സ്പെക്ട് ആരാണ്? എക്സ്പെക്ട് പൾമണറി എന്താണ്? വെയിൻ. ക്ലിയർ അല്ലേ? ബാക്ക് ടു ഹാർട്ട് ഫ്രം ഓൾ ബോഡി പാർട്സ്. ഇവരെന്താണ്? മറ്റുള്ള ബോഡി പാർട്സിനൊക്കെ ഈ ബ്ലഡ് കളക്ട് ചെയ്തിട്ട് തിരിച്ച് നേരെ ഹാർട്ടിലേക്ക് കൊടുക്കും. മറ്റേതോ ആർട്ടറീസിന്റെ കേസിലോ ഹാർട്ടിൽ നിന്ന് എല്ലാ ബോഡി പാർട്സിലേക്കും എത്തിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത്. പക്ഷെ ഇവരെന്താ ചെയ്യുന്നത് മക്കളെ? ഇവരെന്തെങ്കിലും ചെയ്യുന്നത് മനസ്സിലായോ? ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ മറ്റുള്ള ബോഡി പാർട്സിൽ നിന്നുള്ള എല്ലാ ബ്ലഡും കളക്ട് ചെയ്ത് അത് ഹാർട്ടിലേക്ക് പ്യൂരിഫിക്കേഷൻ വേണ്ടി കൊണ്ടുവരികയാണ്. So back to heart. So collection of deoxygenated blood from all body parts to heart, back to heart ലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ് ആണ് അവർ ചെയ്യുന്നത്. നോക്ക്, they have thin walls. അവർക്ക് എന്ത് walls ഉള്ളത് മക്കളെ? thin walls ആണ് അവർക്കുള്ളത്. they have എന്താണ്? walls inside them which allow the blood to flow only towards heart. അപ്പോൾ they contain valves which allow them to എന്താണ്? them to flow blood only towards the heart. ഹാർട്ടിലേക്ക് മാത്രമായിട്ടാണ് അവർക്ക് എന്ത് ബ്ലഡിനെ എത്തിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള വാൾവ് ആണ് അതിൻ്റെ അകത്ത് ഉണ്ടാവുന്നത്. ക്ലിയർ അല്ലേ? സോ വെയിൻസ്, ദീസ് ആർ ബ്ലഡ് വെസൽസ് ദാറ്റ് ടേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ് എക്സ്പെക്ട് pulmonary vein back to the heart from the body parts. Okay alle? They have a thin walls, they have blood valves, they have valves inside them which allows them to flow only blood towards the heart. ഹാർട്ടിലേക്ക് മാത്രം ബ്ലഡ് എത്തിക്കുന്ന ഒരു പ്രോസസ് ആണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വെയിൻസിന്റെ കേസിലും നമ്മൾ ഡിസ്കസ് ചെയ്തത്. കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? വെയിൻസിന്റെ കേസ് ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ലാസ്റ്റത്തെ ഒരാളെ കൂടി പഠിക്കാനുണ്ട്. ആരാണ്? കാപ്പിലറീസ്. പറയൂ. കാപ്പിലറീസ് എന്തൊക്കെയായിരിക്കും മക്കളെ കാപ്പിലറീസിന്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്? എന്തൊക്കെയാണ് കാപ്പിലറീസിന്റെ കേസിൽ പറയാനുള്ളത്? നമുക്ക് നോക്കിയാലോ? റെഡി. ദീസ് ആർ സ്മോൾ ബ്ലഡ് വെസൽസ്. എന്താണ് അവര്? സ്മോൾ ബ്ലഡ് വെസൽസ് ആണ്. സ്മോൾ ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് ആണ് ആര് മക്കളെ? നമ്മുടെ കാപ്പിലറീസ്. കാപ്പിലറീസ് ആർ എന്താണ്? സ്മോൾ ബ്ലഡ് വെസൽസ് ആണ്. ക്ലിയർ അല്ലേ? ദാറ്റ് കണക്ട് ദ ആർട്ടറീസ് ആൻഡ് വെയിൻസ്. that they connect arteries and veins. they connect എന്താണ് മക്കളെ? ആർട്ടറീസും വെയിൻസും ആണ് അവർ കണക്ട് ചെയ്യുന്നത്. ക്ലിയർലി? these are small blood vessels that connect the arteries and veins. they connect the arteries and veins. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? റെഡി അല്ലേ? their thin walls allow oxygen nutrients. എന്താണ്? their thin walls allow oxygen nutrients, carbon dioxide and other waste to pass to and from the cells. അതായത് it also എന്താണ്? they have thin walls ഉണ്ട് അവർക്ക് which allow
O2, CO2, nutrients and other waste to എന്താണ് വേസ്റ്റിലൂടെ എന്താണ് പാസ് ചെയ്യാനും അതേപോലെ തന്നെ റിമൂവ് ചെയ്യാനും ഫ്രം സെൽസിൽ നിന്ന് അത് ഒഴിവാക്കാനും അതേപോലെ തന്നെ അകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യാനും ചെയ്യുന്ന ഒരു പ്രോസസ്സ് ആണ് ആര് കാപ്പിലറീസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാപ്പിലറീസിന്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. ക്ലിയർലി ദീസ് ആർ ദ സ്മോൾ ബ്ലഡ് വെസൽസ് ദാറ്റ് കണക്ട് ദ ആർട്ടറീസ് ആൻഡ് വെയിൻസ്. Their thin walls allow oxygen, nutrients, carbon dioxide and other waste to pass and form the cells. ഓക്കെ അല്ലേ മക്കളെ, ഫ്രം ദ സെൽസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്, നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ കേസിൽ ഡിസ്കസ് ചെയ്തത്. നമ്മളിപ്പോൾ ടൈപ്സ് ഓഫ് ബ്ലഡ് സെൽസ്, ബ്ലഡിലുള്ള സെൽസ് പഠിച്ചു, പ്ലാസ്മ പഠിച്ചു, WBC, RBC, പ്ലേറ്റ്ലെറ്റ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, ബ്ലഡ് വെസൽസിനെ കുറിച്ച് പഠിച്ചു, അതിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണ്, ആർട്ടറീസ്, വെയിൻസ് ആൻഡ് കാപ്പിലറീസ്. അപ്പോൾ ഇത്രയും കോൺസെപ്റ്റ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ്സ് ആർ ക്ലിയർ ഫോർ യു. ഓക്കെ അല്ലേ മക്കളെ? സോ ഷാൽ വി സ്റ്റാർട്ട് ദ നെക്സ്റ്റ് പാർട്ട്? ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ദാറ്റ്സ് ഇറ്റ്. Bye.